ഫ്രണ്ട്സ്, ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് ലാഗ് കോമ്പൻസേറ്റർ യൂസിങ് റൂട്ട് ലോക്കേഴ്സ്. റൂട്ട് ലോക്കേഴ്സ് വരച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ലാഗ് കോമ്പൻസേറ്റർ ഡിസൈൻ ചെയ്യാൻ നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫോർവേഡ് പാത്ത് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് എ സർട്ടൻ യൂണിറ്റി ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റം ഈസ് ഗിവൺ ബൈ g of s is equal to k by s into s plus 2 into s plus 8. Design a suitable lag compensator so that the system meets the following specification. Percentage overshoot less than or equal to 16% for unit step input and steady state error less than or equal to 0.125 for the unit ramp input. നമുക്കിവിടെ ഒരു ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ജി ഓഫ് എസ് ഇവിടെ തന്നിട്ടുണ്ട്, എസ് ഇൻറ്റു എസ് പ്ലസ് 2 ഇൻറ്റു എസ് പ്ലസ് 8. നമ്മൾ ലാഗ് കോമ്പൻസേറ്റർ അവിടെ ഡിസൈൻ ചെയ്യാനായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട് ഈ ക്വസ്റ്റ്യനിൽ. അപ്പോൾ നമുക്ക് ചില ക്വസ്റ്റ്യനിൽ തന്നെ ലാഗ് കോമ്പൻസേറ്റർ ഡയറക്റ്റ് ഡിസൈൻ ചെയ്യാൻ പറഞ്ഞിട്ട് തരില്ല. അപ്പോൾ അവിടെ ഡിസൈൻ എ സ്യൂട്ടബിൾ കോമ്പൻസേറ്റർ എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് അവിടെ തരുള്ളൂ. അപ്പോൾ അവിടെ ഈ സ്റ്റഡി സ്റ്റേറ്റ് പെർഫോമൻസ് ഉണ്ടല്ലോ, അതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുക ലാഗ് കോമ്പൻസേറ്റർ ആയിരിക്കും. അതായത് സ്റ്റഡി സ്റ്റേറ്റ് എറർ കുറയ്ക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് സ്റ്റഡി സ്റ്റേറ്റ് എറർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.125 ആക്കണം എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ലാഗ് കോമ്പൻസേറ്റർ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ റൂട്ട് ലോക്കേഴ്സ് കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ജി ഓഫ് എസ്, അപ്പോൾ അതിൻ്റെ ഡിനോമിനേറ്റർ നമുക്ക് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്തിട്ട് അവിടെ പോൾസ് കണ്ടുപിടിക്കാം. എന്നിട്ട് ആ പോൾസ് ഇവിടെ മാർക്ക് ചെയ്യുക, പോൾസിൻ്റെ പ്ലോട്ട് വരയ്ക്കുക. അപ്പോൾ നമുക്ക് എസ് ഇൻറ്റു എസ് പ്ലസ് 2 ഇൻറ്റു എസ് പ്ലസ് 8 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എത്ര വരാം? പോൾസ് നമുക്ക് അവിടെ എസ് ഈസ് ഇക്വൽ ടു 1 0-ൽ, എസ് ഈസ് ഇക്വൽ ടു പിന്നെ -2 ആൻഡ് -8, അവിടെ 3 പോൾസ് നമുക്ക് അവിടെ വരുന്നത്. അപ്പോൾ ഈ പോൾസ് നമുക്ക് ഇവിടെ റിയൽ ആക്സിസ്, അത് നെഗറ്റീവ് റിയൽ ആക്സിസിൽ മാർക്ക് ചെയ്യാം, കാരണം നമുക്കിവിടെ റിയൽ പോളാണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് പോള് 0-ലായതുകൊണ്ട് അത് ഒറിജിനിൽ, ആൻഡ് സെക്കൻഡ് പോള് -2-ലാണ്, ഇവിടെ -2-ൽ മാർക്ക് ചെയ്തു. ഇനി അടുത്തത് -8. അപ്പോൾ അവിടെ അങ്ങനെ 3 പോൾസ് നമ്മളിവിടെ മാർക്ക് ചെയ്തു. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റൂട്ട് ലോക്കേഴ്സ് റിയൽ ആക്സിസിൽ എവിടെയാണ് ലൈ ചെയ്യണമെന്ന് നമ്മളവിടെ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഫസ്റ്റ് പോൾ ഒറിജിനിലാണ്, അപ്പോൾ ആ പോയിന്റിനെ പുറത്ത് നമുക്ക് ടെസ്റ്റ് പോയിന്റ് ചൂസ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ സെക്കൻഡ് പോളിലാണ് അവിടെ ടെസ്റ്റ് പോയിന്റ് ആയിട്ട് ചൂസ് ചെയ്യുന്നത്. ഈ -2 എന്ന് പറയുന്ന ആ പോയിന്റിൽ നിന്നിട്ട് നമ്മൾ റൈറ്റിലേക്ക് നോക്കാം. അപ്പോൾ റൈറ്റിലേക്ക് നോക്കുമ്പോൾ ഓഡ് നമ്പർ ഓഫ് പോളാണ് വരാൻ പാടുള്ളൂ. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് എത്രയാണ്? ഒരു പോളാണ് നമുക്ക് അവിടെ വരുന്നുള്ളൂ, അത് ഓഡ് നമ്പറാണ്. സോ നമുക്ക് അത്രയും പോർഷൻ അവിടെ ഡാർക്കൻ ചെയ്യാം. ഇനി അതിനുശേഷം നമുക്ക് ഇപ്പോൾ അടുത്തൊരു ടെസ്റ്റ് പോയിന്റ് ചൂസ് ചെയ്യാം. അതായത് സെക്കൻഡ് പോളിൻ്റെ പുറത്ത് ഒരു പോയിന്റ് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ അവിടെ നമ്മൾ അടുത്ത പോള് -8-ലാണ്. അപ്പോൾ -8-ൽ നിന്നിട്ട് നമ്മൾ എന്താണ് അവിടെ റൈറ്റിലേക്ക് നോക്കാം. അപ്പോഴും ഓഡ് നമ്പർ ഓഫ് പോളാണ് വരാൻ പാടുള്ളൂ, പക്ഷെ നമുക്കിവിടെ എത്ര 2 പോൾ അവിടെ വരുന്നുണ്ട്. അപ്പോൾ -2 to -8 നമുക്കവിടെ ഡാർക്കൻ ചെയ്യാനായിട്ട് പറ്റില്ല, കാരണം റൂട്ട് ലോക്കേഴ്സ് ആ ഒരു പോർഷനിൽ അവിടെ വരില്ല. ഇനി അതിനുശേഷം വീണ്ടും നമ്മൾ ടെസ്റ്റ് പോയിന്റ് -8-നെ പുറത്ത് നമ്മൾ ചൂസ് ചെയ്യാം. എന്ന് പറയുമ്പോൾ ഒരു പോയിന്റ് നമ്മളിവിടെ ചൂസ് ചെയ്തു. അപ്പോൾ ആ ടെസ്റ്റ് പോയിന്റ് ചൂസ് ചെയ്തിട്ട് നമ്മൾ അവിടെ റൈറ്റിലേക്ക് നോക്കുകയാണ്. റൈറ്റിലേക്ക് നോക്കുമ്പോൾ ഓഡ് നമ്പർ ഓഫ് പോൾസ് ആണല്ലോ വരാൻ പാടുള്ളൂ. അപ്പോൾ അവിടെ നമുക്ക് നോക്കുമ്പോൾ എത്ര 1 2 3 പോൾസ് നമുക്കവിടെ വരുന്നുണ്ട്. അപ്പോൾ അത് ഓഡ് നമ്പറാണ്. സോ നമ്മൾ ആ അത്രയും പോർഷൻ നമ്മളവിടെ ഡാർക്കൻ ചെയ്തു. അത്ര പോർഷൻ മീൻസ് നമുക്ക് ഈ -8 to -∞, ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് എവിടെ വേണമെങ്കിലും വരാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ -8 to ∞ നമ്മളവിടെ ഡാർക്കൻ ചെയ്തു. അപ്പോൾ ഈ ഡാർക്കൻ ചെയ്ത പോർഷനിൽ എവിടെ വേണമെങ്കിലും അവിടെ ഈ ഒരു റൂട്ട് ലോക്കേഴ്സ് വരാം. ഇനി ആംഗിൾ ഓഫ് അസിംപ്റ്റോട്ട്സ് ആൻഡ് സെൻട്രോയിഡ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മളവിടെ റൂട്ട് ലോക്കേഴ്സിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ആംഗിൾ ഓഫ് അസിംപ്റ്റോട്ട്സ് കണ്ടുപിടിക്കുക എന്നുള്ളത്. ഇവിടെ +or-180 × 2q + 1/n-m. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതിൽ ക്യൂവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 to n-m വരെ നമുക്ക് കൊടുക്കാം. ഇവിടെ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് പോൾസ് 3 സീറോസ് നമുക്കിവിടെ ഒന്നുമില്ല. അപ്പോൾ അവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ക്യൂവിൻ്റെ വാല്യൂ 0 1 up to 3 വരെ വരാം. ഫസ്റ്റ് വാല്യൂ നമ്മൾ ഇട്ട് കൊടുക്കുക, q = 0. അവിടെ ആംഗിൾ എത്ര വരാം? ഇവിടെ ക്യൂവിനെ 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ അവിടെ 180 × 1/3 എന്ന് പറയുമ്പോൾ അവിടെ ±60 ഡിഗ്രി വരും. ഈ ക്യൂവിനെ 1 ഇട്ട് കൊടുക്കുമ്പോൾ അവിടെ 180 × ഇവിടെ 2 + 1 3 വരും. അപ്പോൾ 180 × 3/3 എന്ന് പറയുമ്പോൾ അവിടെ ±180 ഡിഗ്രി. ഇനി q = 2 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അവിടെ ആംഗിൾ എത്ര വരാം? ±180 × 5/3 എന്ന് വരും. അവിടെ ±300 ഡിഗ്രി. അപ്പോൾ അത് ആൻറ്റി ക്ലോക്ക് വൈസ് മെഷർ ചെയ്യുമ്പോഴാണ് അവിടെ എത്ര 300 ഡിഗ്രി വരുന്നത്. അത് ക്ലോക്ക് വൈസ് മെഷർ ചെയ്യണമെങ്കിൽ അത് -or+60 ഡിഗ്രി എന്നവിടെ കൊടുക്കും. ഈ q = 3 ഇട്ട് കൊടുക്കുമ്പോൾ അവിടെ ആംഗിൾ = ±180 × 7/3 എന്ന് വരും. അതായത് ±420 ഡിഗ്രി. അപ്പോൾ അത് നമുക്ക് 420 ഡിഗ്രി എന്ന് പറയുമ്പോൾ ±60 ഡിഗ്രി എന്നവിടെ പറയാം.
ഇനി സെൻട്രോയിഡ് എന്ന് പറയുന്നത് സം ഓഫ് പോൾസ് മൈനസ് സം ഓഫ് സീറോസ് ബൈ n മൈനസ് m ആണ്. സം ഓഫ് പോൾസ് 3 പോൾസിനും സമ്മ് 0 -2 -8 ആൻഡ് സീറോസ് നമുക്കിവിടെ ഇല്ല, അപ്പോൾ അതുകൊണ്ട് അത് 0 ബൈ 3 എന്ന് പറയുമ്പോൾ എത്ര വരുന്നത് -3.33 സെൻട്രോയിഡ് നമുക്കവിടെ കിട്ടി. നമ്മളിവിടെ പോൾസ് മാർക്ക് ചെയ്തു 0 -2 -8 ആണ് ആൻഡ് 0 to -2 ആൻഡ് -8 to -infinity നമ്മളിവിടെ ഡാർക്കൻ ചെയ്തു. അത് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ പറഞ്ഞതാണ്. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് അസിംപ്റ്റോട്ട് വരയ്ക്കണം. അപ്പോൾ നമ്മൾ തന്നെ കണ്ടുപിടിച്ചു അത് 60 ഡിഗ്രി ആണ് വരുന്നത്, +or-60 ഡിഗ്രി. അപ്പോൾ സെൻട്രോയിഡ് -3.3 നമ്മളിവിടെ എടുത്തിട്ട് ഒരു 60 ഡിഗ്രി നമ്മളിവിടെ മുകളിലേക്കും താഴേക്കും വരച്ചു. അപ്പോൾ ഈ ഗ്രീൻ കളർ ലൈൻ ഉണ്ടല്ലോ, അതാണ് നമ്മുടെ അസിംപ്റ്റോട്ട് എന്ന് പറയുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ബ്രേക്ക് എ പോയിന്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ബ്രേക്ക് എ പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആക്കണം. C(s)/R(s) എന്ന് പറയുന്നത് G(s)/1 + G(s). ഇപ്പോൾ G(s) എന്ന് പറയുന്നത് K/S × S + 2 × S + 8 ആയിരുന്നു. അപ്പോൾ നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ വരും. ഇവിടെ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 1 അല്ലേ, അപ്പോൾ ഇവിടെ LCM എടുക്കാം. അപ്പോൾ LCM എടുക്കുമ്പോൾ നമ്മൾ ഈ 1നെ ഇത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് വരും? K/S × S + 2 × S + 8. ഇവിടെ 1ൻ്റെ സ്ഥാനത്ത് S × S + 2 × S + 8 പ്ലസ് K/S × S + 2 × S + 8 എന്ന് വരും. അപ്പോൾ അവിടെ S × S + 2 × S + 8 നമുക്ക് അവിടെ ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ അവിടെ ബാക്കി എന്ത് വരും? K/S × S + 2 × S + 8 പ്ലസ് K നമുക്കവിടെ വരും. അപ്പോൾ ഇതിൻ്റെ ഡിനോമിനേറ്റർ ആണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? S × S + 2 × S + 8 പ്ലസ് K = 0. K = നമ്മൾ ഈ ഒരു ടേമിനെ RHSലേക്ക് കൊണ്ടുപോകുമ്പോൾ -S × S + 2 × S + 8 വരും. അപ്പോൾ ഇത് നമുക്കിവിടെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അവിടെ എന്താണ് വരിക? -(s³ + 10s² + 16s നമുക്കിവിടെ വരും. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ dk/ds 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ dk/ds പറയുമ്പോൾ നമ്മൾ ഈ Kനെ S വെച്ചിട്ടൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ -s³ അല്ലേ, അപ്പോൾ -(s³) ഡെറിവേറ്റീവ് 3s² പ്ലസ് 10s², അതിൻ്റെ ഡെറിവേറ്റീവ് 20s പ്ലസ് 16s ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 16 വരും. അത് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മളിത് കാൽക്കുലേറ്റ് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കാം. റൂട്ട്സ് എസിൻ്റെ വാല്യൂ നമുക്ക് എത്ര വരാം? -0.9 ഓർ -5.7. നമുക്കവിടെ രണ്ട് വാല്യൂസ് അവിടെ കിട്ടി. നമുക്ക് എസിൻ്റെ രണ്ട് വാല്യൂ കിട്ടി, അതായത് -0.9 ആൻഡ് -5.7. അപ്പോൾ നമ്മൾ അത് കെയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ K = -s³ + 10s² + 16s ആണ്. അപ്പോൾ അവിടെ നമ്മൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ വരാം? when s = -0.9, K = നമ്മൾ S ഉള്ളിടത്തൊക്കെ അവിടെ -0.9 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് വാല്യൂ വരുന്നത് 7 ആണ് അവിടെ വരുന്നത്. ഇനി അടുത്ത വാല്യൂ S = -5.7 ഇട്ട് കൊടുക്കുക. അപ്പോൾ അവിടെ Kയുടെ വാല്യൂ വരുന്നത് നമ്മളിവിടെ S³ പകരം എസിന് പകരം എന്ത് ഇട്ട് കൊടുത്തു? -5.7 ഇവിടെ ഇട്ട് കൊടുത്തു. അത് ഈ 10s² ഇവിടെയും ഇട്ട് കൊടുത്തു, അതുപോലെ എസിന് പകരം ഇവിടെ ഇട്ട് കൊടുത്തു. അപ്പോൾ അവിടെ നമുക്ക് വരുന്നത് എത്രയാണ്? -48 ആണ് വരുന്നത്. അപ്പോൾ S = -0.9 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്കിവിടെ 7, അതായത് പോസിറ്റീവ് ആൻഡ് റിയൽ നമുക്കവിടെ കിട്ടി. അപ്പം അങ്ങനെ വരുമ്പോൾ അവിടെ ഈ -0.9 ആണ് അവിടെ ബ്രേക്ക് പോയിന്റ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് അതാണ് അത് ഇട്ടെടുത്തപ്പോഴാണ് അവിടെ പോസിറ്റീവ് ആൻഡ് റിയൽ വന്നത്. അവിടെ എഴുതിയിട്ടുണ്ട് S = -0.9 ഈസ് ദ ബ്രേക്ക് അവേ പോയിന്റ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളവിടെ ക്ലോസിംഗ് പോയിന്റ് കണ്ടുപിടിക്കണം. ഇമാജിനറി ആക്സിസിലെ ക്ലോസിംഗ് പോയിന്റ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എടുത്തു. s³ + 10s² + 16s + K = 0. അപ്പോൾ അതിൽ നമ്മളവിടെ S = jω സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. S = jω എന്ന് പറയുന്നത് jω³ + 10jω² + 16jω + K = 0 നമ്മൾ വരും. അപ്പോൾ j³ എന്ന് പറയുന്നത് -j ആണ്, അവിടെ -jω³ പ്ലസ് ഇവിടെ j² -1 ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് -10ω² വരും പ്ലസ് 16jω + K = 0. അപ്പോൾ നമ്മളിവിടെ ഈ ഇമാജിനറി പാർട്ട് ഉണ്ടല്ലോ, ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് ഏതായിരുന്നു? -jω³ അതുപോലെ 16jω ആണ്. ആ പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ എന്താ വരാം? -ω³ + 16ω = 0. അപ്പോൾ ഇതിന് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് വരും? ω³ = 16ω എന്ന് വരും. അപ്പോൾ അവിടെ നമുക്ക് ഒരു അവിടെ വെട്ടിപ്പോയിട്ട് ω² ആവും. അവിടെ ω² = 16 എന്ന് വരും. അവിടെ ω ± 4. ഇവിടെ J4 ആൻഡ് -J4 ആണ് ഇവിടെ ക്രോസിംഗ് പോയിന്റ് വരാം. നമ്മൾ ബ്രേക്ക് പോയിന്റ് -0.9 കണ്ടുപിടിച്ചു. അപ്പോൾ -0.9 എന്ന് പറയുമ്പോൾ ഈ ഒരു പോയിന്റിലൂടെ
നെഗറ്റീവ് റിയൽ ആക്സിസിൽ -0.9 എടുക്കുക. ആൻഡ് ക്രോസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് +or-J4 ആയിരുന്നു. അവിടെ J4 ആൻഡ് -J4 നമ്മളിവിടെ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഒരു ഫ്രീ ഹാൻഡ് കർവ് വരയ്ക്കുക. അതായത് ഈ -0.9 കൂടെ പാസ് ചെയ്ത് പോകുന്ന ഒരു ഫ്രീ ഹാൻഡ് കർവ് വരയ്ക്കുക. അപ്പോൾ അതാണ് നമ്മുടെ റൂട്ട് ലോക്കസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ റെഡ് കളറ് നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ലേ, ഈ ഒരു കർവ് ഉണ്ടല്ലോ, അതിനാണ് നമ്മുടെ റൂട്ട് ലോക്കസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റ് നമ്മളിവിടെ ബ്രേക്ക് പോയിന്റ് എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തു. അടുത്തത് നമ്മളിവിടെ ഡോമിനൻറ്റ് പോൾ കണ്ടുപിടിക്കണം, അതായത് SD. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് അവിടെ പെർസെൻറ്റേജ് ഓവർഷൂട്ട് നമുക്ക് അവിടെ തന്നിട്ടുള്ളത്. പെർസെൻറ്റേജ് MP എന്ന് പറയുന്നത് 16% നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്താണ് വരുന്നത്, %MP = e⁻θ⁴ ഇത് രണ്ട് സൈഡ് നമ്മളിവിടെ ലോഗ് എടുക്കാം. അപ്പോൾ ലോഗ് എടുക്കുമ്പോൾ എന്ത് വരും, അവിടെ ഈ എക്സ്പോണൻഷ്യൽ പോവും. അപ്പോൾ അവിടെ -θ⁴ log of 0.16, 16% എന്ന് പറയുന്നത് 0.16 എന്ന് കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ വാല്യൂ വരുന്നത് എത്രയാണ്, -1.83 ആണ് വരുന്നത്. നമ്മളിവിടെ രണ്ട് സൈഡും സ്ക്വയർ ചെയ്യാം. അപ്പോൾ സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് വരും, θ² π² = 1 - θ² ഇതിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 3.3489 എന്ന് വരും. ഇനി അതിനുശേഷം നമ്മുടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ θ² π² = 3.3489 ഇൻറ്റു ഈ 1 - θ² എന്ന് വരും. ഇനി എന്താ ചെയ്യണം, നമ്മൾ ഇവിടെ ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ θ² വരുന്ന ടേമിന് നമ്മളിവിടെ LHSലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് എന്നിട്ട് θ² കോമൺ എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ വരും, θ² × π² + 3.3489 = 3.3489 എന്നവിടെ വരും. അപ്പോൾ θ² എന്ന് പറയുന്നത് എന്താ പറയുക, ഈ ഒരു ടേമിന് നമുക്ക് താഴേക്ക് കൊണ്ടുവന്നാൽ മതി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട്. അപ്പോൾ θ = അതിൻ്റെ റൂട്ടായിരിക്കും വരിക, √3.3489 π² + 3.3489. അപ്പോൾ അതിൻ്റെ വാല്യൂ ഇത്ര വരുന്നത് വെച്ചാൽ 0.5 ആണ് നമുക്കവിടെ വരുന്നത്. അപ്പോൾ നമുക്കൊരു ആംഗിൾ ഉണ്ട് ആൽഫ. ആ ആൽഫ എന്ന് പറഞ്ഞ ആംഗിൾ cos inverse θ ആണ് വരുന്നത്. അത് നമുക്ക് പ്ലോട്ടിൽ വരയ്ക്കാൻ വേണ്ടി ആവശ്യമുള്ള ആംഗിളാണ്. അപ്പോൾ cos inverse 0.5 = നമുക്ക് 60 ഡിഗ്രി എന്നുള്ള നമുക്ക് ആൽഫ 60 ഡിഗ്രി നമുക്ക് അവിടെ കിട്ടി. അപ്പോൾ അവിടെ ഫസ്റ്റ് പോൾ എന്ന് പറയുന്നത് ഒറിജിനലാണ്. അപ്പോൾ അവിടെ നിന്നിട്ട് നമ്മളൊരു 60 ഡിഗ്രി നമ്മൾ ഈ റൂട്ട് ലോക്കസിലേക്ക് വരയ്ക്കുക. അപ്പോൾ 60 ഡിഗ്രി ഈ റൂട്ട് ലോക്കസിൽ മുട്ടാതെ ഈ ഒരു പോയിന്റിലാണ്. അപ്പോൾ ആ പോയിന്റിനാണ് നമ്മളുടെ ഡോമിനൻറ്റ് പോൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ പോയിന്റിൽ നിന്നിട്ട് നമ്മളൊരു ഇമാജിനറി ലൈൻ നമ്മൾ റിയൽ ആക്സിസിലേക്കും അതുപോലെ ഒരു ഇമാജിനറി ആക്സിസിലേക്കും നമ്മളവിടെ മാർക്ക് ചെയ്തു. അപ്പോൾ മാർക്ക് ചെയ്തപ്പോൾ ഇമാജിനറി ആക്സിസിൽ മുട്ടുന്ന പോയിന്റ് -J1.35 ആണ്. ആൻഡ് റിയൽ ആക്സിസിൽ മുട്ടുന്ന പോയിന്റ് -0.75 അപ്പോൾ നമുക്ക് SD എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക, അത് ഡോമിനൻറ്റ് പോൾ -0.75 + J1.35 എന്ന് നമുക്ക് അവിടെ വരും. അപ്പോൾ നമ്മുടെ ഡോമിനൻറ്റ് പോളിൽ നിന്നിട്ട് ബാക്കിയുള്ള എല്ലാ പോളിലേക്കും നമ്മളുടെ ലൈൻ ജോയിൻ ചെയ്തു. എന്നിട്ട് അവിടെ L1, L2 ആൻഡ് L3 എന്നവിടെ മാർക്ക് ചെയ്തു. നമ്മളിവിടെ സ്കെയിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ലെങ്ത്ത് മെഷർ ചെയ്യണം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് സ്കെയില് 1 യൂണിറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ എനിക്ക് ഇവിടെ ആക്ച്വൽ ലെങ്ത് ആയിരിക്കും കിട്ടുക. അപ്പോൾ നമ്മൾ സപ്പോസ് 1 അല്ല സ്കെയില് മാറാൻ ചോദിക്കാം. അപ്പോൾ 0.5 ആണ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വൽ ലെങ്ത് കിട്ടാനായിട്ട് ആ സ്കെയിൽ വെച്ചിട്ട് നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് മാത്രം. ഇവിടെ നമുക്ക് ഇത് മെഷർ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് L1 1.5 ആൻഡ് L2 1.8 ആൻഡ് L3 നമുക്ക് ഇവിടെ 7.35 നമുക്കിവിടെ കിട്ടും. നമ്മൾ ഡോമിനൻറ്റ് പോൾ കണ്ടുപിടിച്ചല്ലോ. ഇനി നമ്മൾ ഗെയിൻ K at S = SD നമ്മളവിടെ കണ്ടുപിടിക്കണം. അപ്പോൾ അവിടെ അതിൻ്റെ ഇക്വേഷൻ വരുന്നത് പ്രോഡക്റ്റ് ഓഫ് വെക്റ്റർ ലെങ്ത് ഫ്രം ഓപ്പൺ ലൂപ്പ് പോൾസ് ടു SD ബൈ പ്രോഡക്റ്റ് ഓഫ് വെക്റ്റർ ലെങ്ത് ഫ്രം ഓപ്പൺ ലൂപ്പ് സീറോസ് ടു SD. അപ്പോൾ നമ്മൾ ഈ ഡോമിനൻറ്റ് പോളിൽ നിന്നിട്ട് അവിടെ എല്ലാ പോളിലേക്കും ലൈൻ വരച്ചു വരും. അപ്പോൾ ആ ലെങ്ത്തുകളാണ് നമ്മൾ നേരത്തെ പറഞ്ഞു വരും. L1 എത്രയാണ് 1.5, L2 1.8 ആൻഡ് L3 7.35. നമ്മളിത് മെഷർ ചെയ്ത വാല്യൂസ് ആണ്. അതിന് നമുക്ക് സീറോസ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് K = ഈ L1 × L2 × L3 ബൈ സീറോസ് ഇല്ലാത്തതുകൊണ്ട് നമുക്കവിടെ 1 എന്നോടെ കൊടുക്കാം. അപ്പോൾ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കാണ് വരിക 1.5 × 1.8 × 7.35 എന്ന് പറയുന്നത് 19.84 നമുക്കവിടെ വരും. അത് അപ്രോക്സിമേറ്റ്ലി = 20 ആണ് നമുക്കവിടെ Kയുടെ വാല്യൂ വരുന്നത്. നമ്മൾ റൂട്ട് ലോക്കസ് വരച്ചു. ഇനിയാണ് നമ്മളുടെ കോമ്പൻസേറ്റർ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവിടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ലാഗ് കോമ്പൻസേറ്റർ GC(S) എന്ന് പറയുന്നത് S + HC/S + PC. ഇപ്പോൾ ഒരു ലാഗ് കോമ്പൻസേറ്ററിൻ്റെ പോൾ സീറോ പ്ലോട്ട് എന്ന് പറയുന്നത് പോളിൻ്റെ ലൊക്കേഷൻ വരുന്നത്
മൈനസ് 1/βt അത് ഉള്ളിലായിരിക്കും. ആൻഡ് സീറോയുടെ ലൊക്കേഷൻ വരുന്നത് -1/t അതായിരിക്കും പുറത്ത് വരുന്നത്. അപ്പോൾ അത് നമ്മൾ ഈ സെറ്റ് സിയിലും പി സിയിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? s+1/t/s+1/βt എന്ന് നമുക്ക് അവിടെ വരും. ഇപ്പോൾ t greater than 0 ആൻഡ് β greater than 1. നമ്മൾ ഇനി ഡിസൈൻ ചെയ്ത് ഇവിടെ ടിയുടെയും ബീറ്റയുടെയും വാല്യൂ ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. പിന്നെ നമ്മൾ ബീറ്റ കണ്ടുപിടിക്കാനായിട്ട് ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എടുക്കാം. അപ്പോൾ g(s) എന്ന് പറയുന്നത് k/s(s+2)(s+8) ആയിരുന്നു. നമ്മൾ കെയുടെ വാല്യൂ നമുക്ക് കുറച്ച് നേരത്തെ കണ്ടുപിടിച്ചിരുന്നു. എത്ര 20 ആണ് നമുക്കവിടെ കിട്ടിയത് അപ്രോക്സിമേറ്റ്ലി. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ കെയിൽ g(s) = 20/s(s+2)(s+8) നമുക്കവിടെ കിട്ടി. ഇനി നമ്മൾ അൺകോമ്പൻസേറ്റഡ് സിസ്റ്റത്തിൻ്റെ വെലോസിറ്റി എറർ കോൺസ്റ്റൻറ്റ് നമ്മളിവിടെ കണ്ടുപിടിക്കുകയാണ്. അതായത് KVU എന്ന് നമുക്കവിടെ ഡിനോട്ട് ചെയ്യാം. ഇവിടെ KVU എന്ന് പറയുന്നത് ലിമിറ്റ് s → 0 ഓഫ് s × g(s) ആണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നത്. സോ അവിടെ s × g(s) എന്ന് പറയുന്നത് ആ സബ്സ്റ്റിറ്റ്യൂട്ട് 20/s(s+2)(s+8) നമുക്കവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ s നമുക്കവിടെ ക്യാൻസൽ ചെയ്ത് കളയാം. ഇത് നമ്മളുടെ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. അപ്പോൾ ലിമിറ്റ് 0 അപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? 20/2 × 8 എന്ന് പറയുന്നത് 1.25 നമുക്കവിടെ കിട്ടും. ഇതാണ് അൺകോമ്പൻസേറ്റഡ് സിസ്റ്റത്തിൻ്റെ KVU, അതായത് വെലോസിറ്റി എറർ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ESS എന്ന് പറയുന്നത് <= 0.125 ആണ് വരാൻ പാടുള്ളൂ ഫോർ റാമ്പ് ഇൻപുട്ട് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ റാമ്പ് ഇൻപുട്ട് ആയതുകൊണ്ടാണ് നമ്മുടെ വെലോസിറ്റി എറർ കോൺസ്റ്റൻറ്റ് കാണാൻ കാരണം. അപ്പോൾ നമുക്ക് ഇനി ഡിസൈഡ് വെലോസിറ്റി എറർ കോൺസ്റ്റൻറ്റ്, അതായത് നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്നിട്ടുള്ള ESS വെച്ചിട്ട് നമ്മളിവിടെ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ അവിടെ ESS = എന്തായിരുന്നു? നമുക്ക് 1/kV ആയിരുന്നു അല്ലേ? അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ KVD = നമുക്ക് എന്ത് ചെയ്താം? 1/ESS എഴുതാം. അപ്പോൾ ESSൻ്റെ വാല്യൂ 0.125 അല്ലേ? അപ്പോൾ അവിടെ 1/0.125 എന്ന് പറയുമ്പോൾ അവിടെ 8 എന്ന് നമുക്ക് അവിടെ വരും. ഇതാണ് ഡിസൈഡ് വെലോസിറ്റി എറർ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ KVU നമുക്ക് 1.25 കിട്ടി, അതുപോലെ KVD എന്ന് പറയുന്നത് 8 കിട്ടി. അപ്പോൾ അവിടെ ബീറ്റ = നമുക്കൊരു ഇക്വേഷൻ ഉണ്ട് 1.2a എന്നാണ് വരുന്നത്. അതിൽ a എന്ന് പറയുന്നത് എന്താണ്? ഈ ഡിസൈഡ് വെലോസിറ്റി എറർ കോൺസ്റ്റൻറ്റ് ഉണ്ടല്ലോ KVD, അത് ബൈ അൺകോമ്പൻസേറ്റഡ് സിസ്റ്റത്തിൻ്റെ വെലോസിറ്റി എറർ കോൺസ്റ്റൻറ്റ് KVU. അപ്പോൾ അത് തമ്മിൽ ഡിവൈഡ് ചെയ്ത് നമുക്ക് അവിടെ a കിട്ടും. അപ്പോൾ ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ വരാം? a = 8/125 എന്ന് പറയുന്നത് 6.4 എന്ന് നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ a അവിടെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ബീറ്റ കണ്ടുപിടിക്കാനായിട്ട് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ 1.2a എന്ന് പറയുമ്പോൾ 1.2 × 6.4 എന്ന് പറയുന്നത് 7.68 എന്ന് നമുക്കവിടെ വരും. ഇനിയാണ് നമ്മളുടെ ബീറ്റ കണ്ടുപിടിക്കേണ്ടത്. ഇനി അടുത്തത് നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ലാഗ് കോമ്പൻസേറ്ററോടെ കണ്ടുപിടിക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആദ്യം സീറോ ഓഫ് കോമ്പൻസേറ്റർ കണ്ടുപിടിക്കാം. അതായത് ZC എന്ന് പറയുന്നത് -1/t ആണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ 0.1 × സെക്കൻഡ് പോൾ ഓഫ് g(s) ആണ് അവിടെ വരുന്നത്. അപ്പോൾ പോളിൻ്റെ ലൊക്കേഷൻ നമുക്ക് g(s)ൻ്റെ എന്തായിരുന്നു? 0, -2, -8 അപ്പോൾ അതിൽ സെക്കൻഡ് പോൾ ഓഫ് g(s) എന്ന് പറയുന്നത് എഴുതാം -2 ആണ് അല്ലേ? അപ്പോൾ അവിടെ 0.1 × -2 എന്ന് പറയുന്നത് -0.2 എന്ന് നമുക്ക് അവിടെ വരും. അതായത് -1/t ഉണ്ടല്ലോ, അത് -0.2 എന്ന് പറയുമ്പോൾ അവിടെ t എന്ന് പറയുന്നത് എന്തായിരിക്കും വരാം? നമുക്ക് 1/0.2 ആണ് വരിക. അപ്പോൾ അവിടെ ടിയുടെ വാല്യൂ അവിടെ 5 എന്ന് വരും. ഇനി പോൾ ഓഫ് കോമ്പൻസേറ്റർ PC എന്ന് പറയുന്നത് -1/βt ആണ് അവിടെ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ അവിടെ ബീറ്റ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു 7.68. അപ്പോൾ -1/7.68 × 5 എന്ന് പറയുമ്പോൾ എത്ര വരാം? -1/38.4. അപ്പോൾ അതിൻ്റെ വാല്യൂ നമുക്ക് വരുന്നത് -0.026 ആണ് അവിടെ വരുന്നത്. അപ്പോൾ അതായത് 1/βt എന്ന് പറയുന്നത് 0.026 നമുക്ക് അവിടെ വരും. മൈനസ് അവിടെ ക്യാൻസൽ ചെയ്ത് പോകും. അങ്ങനെയാണ് അവിടെ 1/βtയുടെ വാല്യൂ ഇവിടെ കിട്ടുന്നത്. അപ്പോൾ അവിടെ GC(s) എന്ന് പറയുന്നത് എന്തായിരുന്നു? s+1/t/s+1/βt ആയിരുന്നു. അപ്പോൾ അത് നമ്മൾ ഈ 1/tയും അതുപോലെ ഈ 1/βtയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ s+0.2/s+026 എന്ന് നമുക്ക് വരും. ഇതാണ് നമ്മുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ലാഗ് കോമ്പൻസേറ്റർ എന്ന് പറയുന്നത്. നമ്മൾ കോമ്പൻസേറ്ററിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമ്മളിവിടെ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് കിട്ടിയത് എന്തായിരുന്നു? s+0.2/s+026 ആണ് നമുക്കിവിടെ കിട്ടിയത്. ഇനി നമുക്കിവിടെ ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കാം. അതായത് ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ RFS, GC(s), G(s), C(s) ഒരു യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റം. ഇതാണ് അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഈ GC(s) എന്ന് പറയുന്നത് നമുക്ക് കോമ്പൻസേറ്ററിൻ്റെ ആണ്. അപ്പോൾ ആ ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമുക്ക് ഇവിടെ കൊടുക്കാം. അപ്പോൾ അത് s+0.2/s+026 നമ്മളവിടെ കൊടുത്തു.
അതുപോലെ ജി ഓഫ് എസ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിലുള്ള 20/s ഇൻറ്റു എസ് പ്ലസ് 2 ഇൻറ്റു എസ് പ്ലസ് 8. അപ്പോൾ കോമ്പൻസേറ്റഡ് സിസ്റ്റത്തിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ G0 എന്ന് പറയുന്നത് ഈ ജി സി ഓഫ് എസ് ഇൻറ്റു ജി ഓഫ് എസ്. അപ്പോൾ ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷനാണ് നമ്മളവിടെ എഴുതുന്നത്. അപ്പോൾ അത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് വരും? 20 ഇൻറ്റു എസ് പ്ലസ് 0.2 ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് 2 ഇൻറ്റു എസ് പ്ലസ് 8 ഇൻറ്റു എസ് പ്ലസ് 0.026 നമുക്കവിടെ വരും. അപ്പോൾ ഇതാണ് G0 എന്ന് പറയുന്നത്, അതായത് കോമ്പൻസേറ്റഡ് സിസ്റ്റത്തിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. നമ്മൾ ചെയ്ത ഡിസൈൻ ഉണ്ടല്ലോ, അത് കറക്റ്റ് ആണോ നമുക്കിവിടെ ചെക്ക് ചെയ്യണം. അതായത് നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്ന് പറയുന്നത് <0.125 ആണ് വരാൻ പാടുള്ളൂ എന്ന്. അത് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ കോമ്പൻസേറ്റഡ് സിസ്റ്റത്തിൻ്റെ വെലോസിറ്റി എറർ കോൺസ്റ്റന്റ് നമ്മൾ കണ്ടുപിടിക്കാം. അതായത് KVC = ലിമിറ്റ് S → 0 ഓഫ് S ഇൻറ്റു G0 ഓഫ് S ആണ് നമുക്കവിടെ ചെയ്യുന്നത്. അപ്പോൾ G0 of S എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചല്ലോ. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അവിടെ എന്ത് വരാം? S ഇൻറ്റു 20s plus 0.2 by s into s plus 2 into s plus 8 into s plus 0.026. ഇവിടെ ഈ എസ് നമുക്ക് ഇവിടെ ക്യാൻസൽ ചെയ്തിട്ട് കളയാം. അതിന് ശേഷം ലിമിറ്റ് s → 0 കൊടുക്കുമ്പോൾ എന്ത് വരും? 20 ഇൻറ്റു 0.2 ബൈ 2 ഇൻറ്റു 8 ഇൻറ്റു 0.026 നമുക്ക് അവിടെ വരും. അപ്പോൾ അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ വരുന്നത് 9.615 എന്നാണ് അവിടെ വാല്യൂ വരുന്നത്. അപ്പോൾ ഇതാണ് KVC എന്ന് പറയുന്നത്. നമുക്ക് KVC അല്ല വേണ്ടത്, നമുക്ക് വേണ്ടത് ESS ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളവിടെ KVC കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ ആ കോമ്പൻസേറ്റഡ് സിസ്റ്റത്തിൻ്റെ ESS എന്ന് പറയുന്നത് എന്താണ്? അവിടെ 1/KVC എന്ന് പറയുന്നത് 1/9.615 എന്ന് പറയുന്നത് 0.104. അപ്പോൾ ഇതാണ് നമ്മുടെ ESS എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് <0.125 ആണ് വരാൻ പാടുള്ളൂ എന്ന്. ഇത് <0.125 ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? നമ്മൾ ചെയ്ത ഡിസൈൻ എന്ന് പറയുന്നത് അക്സെപ്റ്റബിൾ ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ലാഗ് കോമ്പൻസേറ്റർ ഡിസൈൻ ചെയ്യുക.